വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ് അഖിലമിസ് ആണ്. സോ യെസ്, നമ്മുടെ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു ഈസ് മാറ്റർ അറൗണ്ട് എ സ്പിയർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ഈ ചാപ്റ്ററിനകത്തുള്ള ഏതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതിന്റെയൊക്കെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഇതാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്കിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് യെസ് മിക്സ്ചേഴ്സ് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ ആലോചിച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ആൻസർ ഒക്കെ കിട്ടും അല്ലെ. ആ മിക്സ്ചറിന്റെ പ്രത്യേകത എന്താ, ഒരുപാട് വെറൈറ്റി അല്ലെ, ഫുഡാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റം ആണ് ഈ പറയുന്ന മിക്സ്ചർ എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് നമുക്കറിയാം ഒരുപാട് എന്താണ് ടൈപ്പ് ആളുകൾ അതിനകത്ത് ഉണ്ട്. ഈ പറയുന്ന പോലെ ചില്ലി ഉണ്ടായിരിക്കാം, കറി ലീവ്സ് ഉണ്ടായിരിക്കാം, കാഷ്യൂ നട്ട്സ് ഉണ്ടായിരിക്കാം അല്ലെ. ഈ പറയുന്ന നമ്മളുടെ എന്താണ് റൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പിലുള്ള, ഈ പറയുന്ന പോലെ നമ്മളുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ പല ടൈപ്പ് ആളുകൾ ചേർന്നിരിക്കുന്നതാണ് ഈ പറയുന്ന മിക്സ്ചർ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ കെമിസ്ട്രിയിൽ നമ്മൾ വരുന്ന സമയത്ത് ഒരു മിക്സ്ചർ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? യെസ്, എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more സബ്സ്റ്റൻസസ്. രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സബ്സ്റ്റൻസിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ മിക്സ്ചർ എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കില്ല, പ്രത്യേകിച്ച് കെമിക്കൽ ബോണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അവരെ ഫിസിക്കലി എന്ത് ചെയ്തിട്ടുണ്ടാവും, കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും എന്ന് മാത്രം. നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ മിക്സ്ചറിന്റെ അകത്ത് നിന്ന് എനിക്കിപ്പോ വേണ്ടത്, ഞാനിപ്പോ പറയാണ് മിക്സ്ചറിനകത്തുള്ള കടല മാത്രമാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡ് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം തമ്മിൽ എന്തില്ല, പ്രത്യേകിച്ച് ബോണ്ടും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ എന്താണ്, അവിടെ രണ്ടിൽ കൂടുതൽ സബ്സ്റ്റൻസ് ഉണ്ട് താനും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിക്സ്ചേഴ്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മിക്സ്ചേഴ്സിന്റെ 2 ടൈപ്സ് ഉണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യെസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ് അല്ലെ. അപ്പൊ മിക്സ്ചറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കുന്ന യെസ് ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹോമോ എന്ന് പറയുന്ന സമയത്ത് യെസ് സെയിം എന്ന് പറയുന്ന ആ ഒരു മീനിങ് നമ്മൾ എടുക്കണം. ഹെട്രോ എന്ന് പറയുന്ന സമയത്ത് ഡിഫറെന്റ് എന്ന് പറയുന്ന ഒരു മീനിങ് നമ്മൾ എടുക്കണം. അതായത് ഹോമോജീനിയസ് ആയിക്കോട്ടെ ഹെറ്ററോജീനിയസ് ആയിക്കോട്ടെ, രണ്ടും മിക്സ്ചേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി അതിനകത്ത് 2ൽ കൂടുതൽ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി എന്താണ്, യൂണിഫോം കോമ്പോസിഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ നോക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ദാ നമ്മുടെ വീട്ടിലെല്ലാവരും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഗ്ലാസ്സിൽ നമ്മൾ വാട്ടർ എടുക്കുന്നു, അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്, യെസ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യാണ്. ഞാൻ നന്നായിട്ട് എന്ത് ചെയ്തു, സ്റ്റിർ ചെയ്തു. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷുഗർ എന്തായിട്ടുണ്ടാവും, നമ്മുടെ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുണ്ടാവും അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയിട്ടുണ്ടാവും. നമ്മളത് കാണുന്നൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റിന് നല്ല എന്താണ് ഒരു സ്വീറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുമുണ്ട് അല്ലെ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാനൊരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഞാൻ സ്റ്റിർ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു സൊല്യൂഷൻ ആണത് അല്ലെ. അതിനകത്തുനിന്ന് ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് കുറച്ചെടുത്ത് നോക്കി കഴിഞ്ഞാലും, ഈ ഒരു പോർഷനിൽ നിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, ഇവിടെ നിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആ ഒരു സെയിം സ്വീറ്റ് ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അതായത് എല്ലാ സ്ഥലത്തും ഉള്ള ഈ പറയുന്ന നമുക്കറിയാം ഈ ഒരു സൊല്യൂഷന്റെ അകത്ത് 2 ആളുകളുണ്ട്, ഷുഗറും ഉണ്ട് വാട്ടറും ഉണ്ട് അല്ലെ. അത് രണ്ടും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, യെസ് കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. മീൻസ് ആ ഒരു മിക്സ്ചറിനകത്ത് 2 ആളുകളുണ്ട് അല്ലെ. 2 ആളുകൾ ഉള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തുനിന്നും എനിക്ക് എന്താണ്, ഒരേ ടേസ്റ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. വിച്ച് മീൻസ് എല്ലാ സ്ഥലത്തും ഈ പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പൊ ഷുഗർ എന്ന് പറയുന്നത് എല്ലായിടത്തും എന്താണ് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയി കിടക്കുവാണ് അല്ലെ. ഇപ്പൊ ഷുഗറിന്റെയും വാട്ടറിന്റെയും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, യൂണിഫോം ആണ്, ഒരേപോലെയാണ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇഫ് ഓൾ ദ കമ്പോണന്റ്സ് ആർ മിക്സ്ഡ് യൂണിഫോംലി and there is no clear boundary of separation between them. Yes, mixtures ആണ്. ആ മിക്സ്ചർ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഷുഗർ സൊല്യൂഷൻ ഒരു മിക്സ്ചർ ആണ് അല്ലെ. ആ മിക്സ്ചറിന്റെ അകത്തുള്ള 2 കമ്പോണൻസ് ആണ് ഷുഗറും വാട്ടറും. ഈ 2 കമ്പോണൻസും എന്താണ്, യൂണിഫോം ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. അത് മാത്രമല്ല അവിടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ, ഒരു ബൗണ്ടറി ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ അതൊരു
ഒറ്റയാളെ പോലെ ഒരു സിംഗിൾ പേഴ്സൺ പോലെയാണ് കിടക്കുന്നത്. പക്ഷെ സ്റ്റിൽ അത് എന്താണ്, ഒരു മിക്സറാണ്, അതിൽ രണ്ടാളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ ടൈപ്പ് അല്ലെ, അങ്ങനത്തെ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ കമ്പോസിഷൻ ഓഫ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. ദ കമ്പോണൻസ് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ് അല്ലെ, നമുക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ കമ്പോണൻസിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഷുഗർ സൊല്യൂഷൻ പോലെ തന്നെ നമ്മുടെ സോൾട്ട് സൊല്യൂഷനും എയറും എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ വാട്ട് അബൌട്ട് നമ്മുടെ ഹെട്രോജീനിയസ് മിക്സ്ചർ അല്ലെ. ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്ന സമയത്ത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, കുറച്ച് സാൻഡ് എടുത്ത് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, വാട്ടറിൽ മിക്സ് ചെയ്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ മഡി വാട്ടർ നിങ്ങൾ കൺസിഡർ ചെയ്യുക അല്ലെ. അപ്പൊ നന്നായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഷുഗറിന്റെ കേസിൽ ഞാൻ എങ്ങനെയാണോ സ്റ്റിർ ചെയ്തത് അതുപോലെയൊക്കെ ഞാൻ ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു സൊല്യൂഷൻ ഒക്കെ ആക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ആ രീതിയിലൊക്കെ ഞാൻ നോക്കി. സ്റ്റിൽ എനിക്കിതാ ഇങ്ങനെ ഒരാളെയാണ് എന്ത് ചെയ്യുന്നത്, കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കി, ഇതിൽ ഓരോ പിക്ചറും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത സമയത്ത് കിട്ടിയിരിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതാ ഇതിനകത്ത് ഏത് കപ്പ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഞാൻ ഇതിന്റെ ഓരോ സൈഡിൽ നിന്നും അല്ലെ, ഇപ്പൊ ഏത് സൈഡിൽ നിന്നാണെങ്കിലും ഞാൻ എന്ത് ചെയ്യാണ്, ഓരോ സ്പൂൺ എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് തന്നെ കാണാൻ സാധിക്കും അതിനകത്തുള്ള ആ ഒരു കമ്പോണൻസിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിരിക്കില്ല, ഈക്വൽ ആയിരിക്കില്ല. വിച്ച് മീൻസ് യൂണിഫോം ആയിരിക്കില്ല, ഒരിക്കലും ആയിരിക്കില്ലല്ലോ. ഇപ്പൊ ഇതാ ഈ ഒരു ജഗ് അല്ലെങ്കിൽ ഈ ഒരു ജാർ ഞാൻ കൺസിഡർ ചെയ്ത് ഇവിടെ നിന്നൊരു സ്പൂൺ എടുത്തു, ഇവിടെ നിന്നൊരു സ്പൂൺ എടുത്തു, ഇവിടെ നിന്നൊരു സ്പൂൺ എടുത്തു, ഏറ്റവും ഡീപ്പായിട്ടൊരു സ്പൂണും കൂടി ഞാൻ എന്ത് ചെയ്താണ്, ഞാൻ കൺസിഡർ ചെയ്യാണ്. അവിടെ നിന്നൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് അതിനകത്തുള്ള കമ്പോണൻസ്, ഇപ്പൊ സാൻഡും വാട്ടറും ആണ് മിക്സ് ചെയ്തെങ്കിൽ ഒരുപാട് കമ്പോണൻസ് അതിനകത്ത് മിക്സ് ആയി കിടക്കുന്നുണ്ടായിരിക്കും അല്ലെ. സാൻഡിൽ തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ എടുക്കുന്ന പ്ലേസ് ഒക്കെ അനുസരിച്ച് ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലേ. ഇതൊക്കെ എന്താണ്, ആ ഒരുപോലെ ആയിരിക്കില്ല ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുന്നുണ്ടാവുക അല്ലെ. സോ അങ്ങനെയുള്ള ടൈപ്പ് ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഒരു ഹെട്രോജീനിയസ് മിക്സ്ചറിന്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഹെട്രോജീനിയസ് മിക്സ്ചറിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാം, യെസ് നമുക്ക് പറയാം, ഇഫ് ഇറ്റ്സ് കമ്പോസിഷൻ ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ആൻഡ് ദ കമ്പോണൻസ് ഹാവ് വിസിബിൾ ബൗണ്ടറീസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു മിക്സ്ചറിൽ ഏറ്റവും മിനിമം നമ്മൾ പറയുകയാണെങ്കിൽ 2 കമ്പോണൻസ് ഉണ്ടാവും. ആ 2 കമ്പോണൻസും കൃത്യമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ലൈൻ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിയേ, ഓയിലും വാട്ടറും കൂടെ ഞാൻ മിക്സ് ചെയ്തു, അതിങ്ങനെ ഒരിക്കലും എത്ര ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇതിങ്ങനെ എന്താണ്, ആ ഒരു ബൗണ്ടറി നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അല്ലെ, ലെയർ ആയിട്ട് കിടക്കുവാണ്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഇതിനകത്തുള്ള ഓരോ കമ്പോണന്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ നേക്കഡ് ആയി വെച്ചിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. സോ ഈ പറയുന്ന പോലെ ഷുഗറും സാൻഡും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും, ഓയിലും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും, വാട്ടറും ചോക്ക് പൗഡറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ എന്താണ്, നമുക്ക് കിട്ടുന്നത് ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആയിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അതുപോലെ തന്നെ മറ്റ് എക്സാമ്പിൾസ് ആണ് സോഡിയം ക്ലോറൈഡും എന്താണ്, അയേണും കൂടെ തമ്മിൽ മിക്സ് ആയി പോയി, സോൾട്ടും നമ്മുടെ സൾഫറും കൂടെ മിക്സ് ആയി, നേരത്തെ പറഞ്ഞ പോലെ ഓയിലും വാട്ടറും കൂടെ മിക്സ് ആയി. സോ ഇവിടെയൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് കൃത്യമായിട്ട് അവരെ എന്താണ്, ഒരു യൂണിഫോം കോമ്പിനേഷൻ അല്ലെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഒന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. സോ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് നമുക്ക് വിളിക്കാം. സോ ഒരിക്കലും മറക്കരുത്, നമുക്ക് 2 ടൈപ്പ് ആളുകളാണ് മിക്സ്ചേഴ്സിൽ, 2 ടൈപ്പ് ആളുകളാണുള്ളത്. ഒന്ന് ഹോമോജീനിയസ് മിക്സർ ആണ്. അപ്പൊ ഓർത്തു വയ്ക്കുക, യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനും ഒക്കെ നിങ്ങൾ ഓർത്താൽ മതി. നമുക്ക് നോക്കുന്ന സമയത്ത് അതൊരു സിംഗിൾ ആളെ പോലെ നമുക്ക് തോന്നും, സ്റ്റിൽ അതൊരു മിക്സർ ആയിരിക്കും. പക്ഷെ ഹെട്രോജീനിയസ് മിക്സറിന്റെ പ്രത്യേകത എന്താണ്, ഈ പറയുന്ന 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കമ്പോണൻസ് ഉണ്ടായിരിക്കും അല്ലെ, അവരെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് വിസിബിൾ ആണ്, അതിന്റെ ബൗണ്ടറീസ് ഒക്കെ നമുക്ക് വിസിബിൾ ആണ്. അതായത് നമുക്ക് തോന്നുമ്പോൾ തന്നെ അത് മിക്സറായിട്ട് തന്നെ നമുക്ക് ഫീലും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ്, യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക, ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. സോ അങ്ങനെയുള്ള ആളുകളാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. സോ കൃത്യമായിട്ട് ഈ 2 കാര്യങ്ങളും ഓർത്തു വയ്ക്കുക. നമ്മൾ ഇനിയും ഈ പറയുന്ന മിക്സ്ചേഴ്സിന്റെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും പറയുമ്പോഴൊക്കെ ഈ പറയുന്ന ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് എന്ന് പറയുന്ന ടേംസ് ഇനിയും എന്താണ് നമ്മൾ പഠിക്കുന്നതിന്റെ ഇടയിലൊക്കെ കടന്നു വരും. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. സോ കൃത്യമായിട്ട് അത് ഓർത്തു വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കള് ഒരു കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ മിക്സ്ചേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ പറഞ്ഞു അല്ലെ. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചറിനും ഹെട്രോജീനിയസ് മിക്സ്ചറിനും നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.